രണ്ടോ മൂന്നോ ആളുകൾക്ക് അവിടെ സംസാരിക്കാൻ അവസരം കിട്ടിയെങ്കിൽ അവർ പറഞ്ഞതിനൊന്നും മറുപടി പറയാതെ പ്രഭാത ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു പരിപാടിയായി ആ സദസ്സ് മാറി. ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തുകൊണ്ട് ആണ് ഈ പരിപാടി കേരളത്തിലെമ്പാടും സംഘടിപ്പിച്ചത്. കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ ചെലവ്. ഇപ്പോൾ അതിന് അനുബന്ധമായി അടുത്ത സദസ്സിനും സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വീണ്ടും ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്, മുഖാമുഖം എന്ന പേരിൽ. ഈ സാഹചര്യങ്ങളിലെല്ലാം, ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നേരിട്ടുകൊണ്ടാണ് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ഫണ്ട് മരവിപ്പിക്കുന്നു, കോൺഗ്രസ് പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു. അതിനിടയിലാണ് ഗ്രാമാന്തരങ്ങളിൽ നിന്ന് എല്ലാ മണ്ഡലം കമ്മിറ്റികളും 1,00,000 രൂപ വീതമാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി KPCC ഏൽപ്പിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ആ ഫണ്ട് പിരിവ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് അവരിൽ നിന്ന് പണം കളക്ട് ചെയ്തുകൊണ്ട് ഈ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നോടിയായാണ് ഈ സമരാഗ്നി വിജയിപ്പിക്കുന്നതിനും ഗ്രാമങ്ങളിൽ, എല്ലാ ഗ്രാമങ്ങളിലും അതിന്റെ പ്രവർത്തനങ്ങൾ അവിടുത്തെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഈ പരിപാടിക്ക് ഉണ്ടാകണം. മാധ്യമ രംഗത്ത് പോലും ഭീഷണി നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എത്ര കാലം മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയും, റിപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്ന് പോലും ആശങ്കപ്പെടുത്താൻ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ പരിപാടികൾ നടക്കുന്നത്. തീർച്ചയായും വലിയ ജനപങ്കാളിത്തമുള്ള ഒരു പരിപാടിയായി ഇത് മാറ്റാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു. അവരെന്താണോ ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് നമ്മുടെ പരിപാടി. അവരെ 1.25 കോടി രൂപയുടെ ബസ്സിൽ സഞ്ചരിച്ചെങ്കിൽ നമ്മൾ 3.5 ലക്ഷം രൂപയുടെ വണ്ടിയിലാണ് ഈ യാത്ര തുടങ്ങുന്നത്. അവർ സമൂഹത്തിലെ ഉന്നതരെ മാത്രം, മുതലാളിമാരെ മാത്രം ലക്ഷ്യമിട്ട് ചർച്ച നടത്തിയപ്പോൾ നമ്മൾ അതാത് പ്രദേശത്തെ വേദന അനുഭവിക്കുന്ന ആൾക്കാരുടെ വേദനകൾ കേട്ട്, അവരുടെ സങ്കടങ്ങൾ കേട്ട് അതിന് പരിഹാരം കാണുവാനുള്ള പരിപാടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിക്ക് ബദലായി നടത്തുവാൻ എന്നുള്ള പേരിൽ മന്ത്രിസഭ മുഴുവൻ നവകേരള സദസ്സ് എന്ന രീതിയിൽ ഒരു ബസ് നിറച്ച് ക്യാബിനറ്റ് കൂടി എല്ലാ ജില്ലകളിലും പോയിട്ട് ഏതെങ്കിലും ഒരു പരാതി കിട്ടിയതെന്നല്ലാതെ, പരാതികൾ കിട്ടിയെന്നല്ലാതെ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. വയനാട്ടിൽ പോലും ഇത്രയും വന്യമൃഗ ആക്രമണം ഉണ്ടായിട്ട് മുഖ്യമന്ത്രി പോലും, വനമന്ത്രി ഈ ഇടയ്ക്കാണെന്ന് പോയത്, 2 ദിവസം മുമ്പ് കണ്ടാണെന്ന് പോയത്, മുഖ്യമന്ത്രി ഇന്നേ വരെ അവിടെ സന്ദർശിച്ചിട്ടില്ല. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ന്യായയാത്ര നിർത്തിവെച്ച് വയനാട്ടിൽ വന്ന് ജനങ്ങളുമായിട്ട് സംവദിക്കുകയുണ്ടായി. എന്നിട്ട് പോലും കേരളത്തിലെ മുഖ്യമന്ത്രി വയനാട്ടിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഈ നവകേരള സദസ്സ് കൊണ്ട് യാതൊരു വിധമായ പ്രയോജനവും ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള വാസ്തവം. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ ജനദ്രോഹ പരിപാടികൾ ജനങ്ങളുടെ ഇടയിൽ തുറന്നു കാട്ടുവാൻ വേണ്ടി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെയുള്ള അവർ നയിക്കുന്ന ഈ ജാഥ 26-ന് കൊട്ടാരയിൽ എത്തിച്ചേരുമ്പോൾ നവകേരള സദസ്സ് കൊട്ടാരക്കരയിൽ വന്ന ജനങ്ങളെക്കാൾ ഇരട്ടിയിലധികം ജനങ്ങൾ കൊട്ടാരക്കരയിൽ തടിച്ചുകൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രഖ്യാപിച്ച സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ചുവരെഴുത്തും പ്രാരംഭ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. AICC ആണ് പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നമുക്കറിയാം. അവിടുന്ന് ഡൽഹിയിൽ നിന്നാണ് അതിൻ്റെ പ്രഖ്യാപനം വരുന്നത്. അത് കേരളത്തിലെ മാത്രമായിട്ടല്ല AICC സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. 1-ാം ഘട്ടം എന്ന് പറയുമ്പോൾ ചിലപ്പം മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളായിരിക്കും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിൽ കേരളത്തിലെ നിലവിലുള്ള MP-മാർ പുതിയ ആൾക്കാരാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. ആര് വന്നാലും ശരി, അതിന് തയ്യാറെടുപ്പ്, ഇലക്ഷനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് കൊട്ടാരക്കരയിലെ കോൺഗ്രസ് നേതൃത്വവും UDF. LDF-ന്റെ സ്ഥാനാർത്ഥി ഒരാളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. ഒന്ന് എൻ്റെ കൂടെ ഇരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രതീക്ഷ ശശിധരൻ, പിന്നെ ചെങ്ങറ സുരേന്ദ്രൻ, പഴയ അജിത് MLA, ആശ, ഇങ്ങനെ ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പം ഇതാരും ഇങ്ങനെ ഒരാളുടെ പേര് മാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ള അന്വേഷണം പാർട്ടി ഇട്ടിരിക്കുക. ഓരോ ദിവസങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനദ്രോഹ നയങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല, കൊള്ളയും കൊലയും പിടിച്ചുപറിയും ബലാത്സംഗവും പീഡനവും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ബൈക്കിൽ മാല മോഷ്ടിക്കുന്നു, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. അപ്പം നിങ്ങൾക്കും എനിക്കും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ദൈനംദിനമായി കേരളത്തിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. കഴിഞ്ഞ 35 വർഷക്കാലം കൽക്കട്ട ഭരിച്ചപ്പോൾ ഇത് തന്നെയായിരുന്നു. ഇന്ന് അവിടെ ഓടിച്ചിട്ട് മാർക്സിസ്റ്റ് പാർട്ടി അടിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അഴിമതി, നിങ്ങളും ഞാനും ഒരിക്കൽ പോലും ഒരു സ്വർണം കള്ളക്കടത്തുകാരനായ മുഖ്യമന്ത്രിയെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇന്ത്യയിൽ ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരനായ മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നു. നാണക്കേട് നമുക്ക് എല്ലാവർക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയും മതേതര ചിന്താഗതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന RSSും BJPയും നേതൃത്വം കൊടുക്കുന്ന മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നു. അപ്പൊ മതേതര ചിന്താഗതിയെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് സ്വതന്ത്ര രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന RSSും BJPയും ഭരിക്കുന്ന മോദി സംവിധാനത്തെ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വിലക്കയറ്റം കൊണ്ടും ജനങ്ങൾ പൊറുതിമുട്ടുന്നു. റബ്ബർ കർഷകർ ആകമാനം വളരെ വിഷമത്തിലാകുന്നു. വന്യജീവി ശല്യം കൊണ്ട് പൊതുജനങ്ങൾക്ക് കിഴക്കൻ മലയോര മേഖലയിൽ ജീവിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ ഇതിലൊന്നും ശ്രദ്ധിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കഴിയാത്തത് കൊണ്ട് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത് നടത്തുന്ന ഈ ജനകീയ സമരമാണ് കൊട്ടാരക്കരയിൽ 26-ാം തീയതി എത്തിച്ചേരുന്നത്. അത് ഞങ്ങൾ ഈ സമരവുമായി ഇനി മുന്നോട്ട് പോകും. ഈ ഗവൺമെന്റ് മാറുന്നതുവരെ ജനതാല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഈ സമരത്തിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും രാഷ്ട്രീയത്തിന് അതീതമായി പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.